നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് സാധാ ടെക് വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് അല്ല, നമ്മളിന്നൊരു അൺബോക്സിങ് വീഡിയോയാണ്. പ്രൊഡക്റ്റിംഗ് ഇട് നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഏകദേശം 400 രൂപ വരുന്നുണ്ട് റേറ്റ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രൈപോഡാണ്. ഇന്നത്തെ എൻ്റെ ആദ്യത്തെ അൺബോക്സിങ് ഉണ്ടാണ്, രണ്ടാമത്തെ അൺബോക്സിങ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി ഓർഡർ ചെയ്യുന്നതാണ്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഇത് വരുന്നുണ്ട്. കവറിൽ നമ്മുടെ അതിൻ്റെ ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ട്രൈപോഡിലേക്ക് വരാം. നമുക്ക് ട്രൈപോഡ് എന്താണ് നമ്മളൊന്ന് നൈഫ് ഉപയോഗിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പണ്ടൊക്കെ കളിക്കാറുണ്ട്, നമ്മളെ കൈ വെച്ച് പൊട്ടിച്ച് കളിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമൊന്നുമില്ല, നമുക്ക് ട്രൈപോഡേ ആവശ്യമുള്ളൂ. നമുക്ക് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാം. അതവരെ അടുത്തുണ്ട് പോയി. നമുക്ക് ഇതാ നമ്മുടെ ട്രൈപോഡിൻ്റെ പേര് 3110 ആണ്. പിന്നെ കുറച്ച് പിന്നെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റബ്ബർ ലെഗ്സാണൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മെയ്ഡ് ഇൻ ചൈനയാണ്. അത് ഞാൻ അത്ര ഓർത്തില്ല. ചൈന കൊണ്ട് പോക്ക് സംഭവമൊക്കെ ഇറക്കി, അതുകൊണ്ടാണ്. എന്നാലും നമുക്ക് സാരമില്ല. നമുക്ക് നമ്മുടെ ട്രൈപോഡ് എടുക്കാം. ഇതിലൂടെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു 400 രൂപ ആയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ട്രൈപോഡിൻ്റെ വില. എല്ലാവർക്കും ഒരു നമ്മൾ ചെറിയ യൂട്യൂബർ ആണെങ്കിൽ നമുക്കിത് മേടിക്കാവുന്നതേ ഉള്ളൂ. ട്രൈപോഡാണിത്. ട്രൈപോഡിൻ്റെ പേര് 3110. ട്രൈപോഡ് 3110 ആണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്താണ്. നമുക്ക് ഇത് എടുത്തു നോക്കാം. ഇതിൽ വേറെ ഒന്നുമില്ല. നമുക്ക് ഇത് മാറ്റാം. പിന്നെ നമുക്ക് ട്രൈപോഡ് എടുക്കാം. ഇത് ഫസ്റ്റ് തന്നെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ നമുക്ക് തരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള റബ്ബർ പിശൊക്കെയുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയൊക്കെ ഉണ്ട്. നമുക്ക് എത്രത്തോളം മതി നമുക്കിതിന്. പിന്നെ നമുക്ക് ട്രൈപോഡ് എടുക്കാം. നമ്മുടെ ട്രൈപോഡ് ലോ ക്വാളിറ്റി ഉള്ള ബാഗാണ് നമുക്ക് ഇതിൽ നമുക്ക് തരുന്നത്. അതിനും പ്രശ്നമില്ല. നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇതിലിട്ട് കൊണ്ടുപോയാൽ മതി, പ്രശ്നമൊന്നുമില്ല. അല്ല വേറെ ഏതെങ്കിലും സഞ്ചിയിലൊക്കെ ഇട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രീ തരുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതൊന്ന് നിവർത്തി നോക്കാം. ഇതിന് 30 സെൻറ്റിമീറ്ററാണ് ഇതിന് ഇവർ നീളം കൊടുക്കുന്നത്. ഇതിന് മാത്രം 30.5 സെൻറ്റിമീറ്ററാണെന്ന് തോന്നുന്നു. അതിനത്ര നോക്കില്ല. നമുക്കിവിടെ 3 ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് നമുക്ക് 3 ഇങ്ങനെ അയച്ചാൽ ഇതേപോലെ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ വിടിയിപ്പിച്ച് എത്തിക്കാവുന്നതാണ്. അതേപോലെ ഫ്രണ്ട്സ്, ഇത് ട്രൈപോഡിന് 3 നമ്മളെ ജോയിൻ്റ് ഉണ്ട്. അത് നമ്മൾ എടുത്താലേ നമുക്ക് ട്രൈപോഡിൻ്റെ നീളം കൂട്ടാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മൾ അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എന്നാലേ നമ്മുടെ ട്രൈപോഡ് കറക്റ്റ് നിൽക്കും. നമുക്ക് ഇങ്ങനെ നിലത്ത് വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതൊന്നല്ല, ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു സ്ക്രൂ ലഭിക്കും. അത് നമ്മളൊന്ന് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹെഡ് ഭാഗം ഒന്ന് പൊന്തിക്കാവുന്നതാണ്. ഈ സ്ക്രൂ അതുപോലെ തന്നെ ടൈറ്റാക്കി വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ എനിക്ക് ഒതുങ്ങുന്ന അത്ര ഹൈറ്റ് എത്തിക്കുന്നത് കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഹോൾഡർ ഉണ്ട്. നമ്മുടെ മൊബൈൽ ഹോൾഡർ മൗണ്ട് ചെയ്യാനായി നമുക്ക് ഇവിടെ നമുക്കൊരു സ്ക്രൂ ലഭിക്കുന്നുണ്ട്. ഈ സ്ക്രൂ നമ്മളൊന്ന് തിരിച്ചാൽ ഇത് നമുക്കിത് പൊന്തിക്കാനാവും. പിന്നെ നമുക്ക് നിങ്ങൾ കാണാൻ കഴിയും, ഇവിടെ നമുക്ക് മൊബൈൽ ഹോൾഡർ ഇവിടെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഒരു സ്ക്രൂ ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ വെച്ചതിന് ശേഷം ടൈറ്റാക്കാവുന്നതാണ്. ഇവിടെ വെച്ച് നമ്മൾ പെർഫെക്റ്റ്ലി ടൈറ്റാക്കാവുന്നതാണ്. ഞാനൊന്ന് ടൈറ്റാക്കി എടുക്കട്ടെ, തിരിയുന്നില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൊബൈൽ ഹോൾഡർ ഇവിടെ ടൈറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിവിടെ ഇതേപോലെ ടൈറ്റാക്കി വെച്ച് കൊടുക്കാം. അതായത് തിരിച്ചാൽ ഇത് ടൈറ്റായി, ഇതിപ്പോൾ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒരു തിരിക്കാവുന്ന ഇതൊക്കെ സെറ്റപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിങ്ങനെ ആക്കിയാൽ ഇതിങ്ങനെ ടൈറ്റാക്കാനും ലൂസാക്കാനും. ഇപ്പോൾ ലൂസാക്കിയാൽ ഇതിങ്ങനെ അവിടെ നിന്നോളും. ഇതിപ്പോൾ കുറച്ച് ലൂസാക്കിയാൽ ടൈറ്റാക്കിയാൽ അവിടെ നിന്നോളും. ലൂസാക്കിയാൽ നമുക്ക് കറക്റ്റ് അവിടെ ലഭിച്ചതിന് ശേഷം ഇത് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാം.
പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്ക്രൂ ലഭിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഊരിയാൽ ഇത് നമുക്ക് 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ നല്ല സ്മൂത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിത് ടൈറ്റാക്കി കൊടുത്താൽ ഇവിടെ ടൈറ്റായി ഇരുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടുതൽ പറയുന്നത് നമ്മുടെ പിന്നെ ഇവിടെയൊക്കെ നമുക്ക് ഇതേപോലെ തിരിക്കാവുന്ന ഇങ്ങനെയൊക്കെ ഇത് കാണാനൊക്കെ വരും. നമുക്കിത് പൊന്തിച്ചാൽ എന്നിട്ട് ഇത് നമ്മൾ ടൈറ്റാക്കി കൊടുത്താൽ നമ്മുടെ ഇതൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നിന്ന് കിട്ടും. ഇതാണ് എൻ്റെ നമ്മുടെ ലോ ബഡ്ജറ്റിൽ വരുന്ന ഒരു ട്രൈപോഡ്. പിന്നെ നമുക്ക് പിന്നെ ഇതേപോലെ സെൻറ്ററിൽ ഒതുക്കി വെച്ചതിന് ശേഷം ഇവിടെ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ട്രൈപോഡ്. ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇതിനായിട്ട് ലൈക്ക് അടിക്കുക കേട്ടോ. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വലിയ നോക്കാം. ഞാനിപ്പോൾ ട്രൈപോഡിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ മൊബൈൽ ഉപയോഗിച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന വിഷയത്തിൽ ട്രൈപോഡ് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ഞാൻ ഒരാളെ കയ്യിൽ പിടിച്ചാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ നല്ല നല്ല കണ്ടന്റ് വീണ്ടും കാണാം. അതുവരേക്കും അതിന് മുൻപ് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം മാറ്റിയിട്ടുണ്ട്. ടെസ്മാൻ എന്നാണ് ചാനലിൻ്റെ പേര്. അതിലുള്ള ചാനൽ മാറ്റിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ നെയിം മാറ്റിയതാണ്. ഇനി നല്ല കണ്ടന്റ് ആയി കൊണ്ട് കാണാമെന്ന് പ്രതീക്ഷ. ബൈ ഫ്രണ്ട്സ്.